പിള്ളേരെല്ലാവരും മെച്ചത്തിന് മെച്ചം. എനിക്ക് തോന്നുന്നു സിനിമയിൽ വർക്ക് ചെയ്ത ആക്ടേഴ്സ് ഓഡിയൻസിന് ഭയങ്കര ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഇതിന് സൗണ്ട് എഫക്ട്സ് ഒക്കെ വർക്കൗട്ടാണല്ലോ. ഉണ്ട്, ഒരു എൻറ്റയർ എക്സ്പീരിയൻസ്. ആ സൗണ്ട് എഫക്റ്റ്, വിഷ്വൽ എഫക്റ്റ് മാത്രമല്ല, എൻറ്റയർ എക്സ്പീരിയൻസ് ആണല്ലോ സിനിമ. അപ്പോൾ അത് നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് കുറച്ചും കൂടെ കാണണം തോന്നി. സീക്വൽ വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് തീർന്നു പോയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചും കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രേക്ഷകരെന്നാണ് പറയുന്നത് സിനിമയെ പറ്റി? തിയേറ്റേഴ്സിൽ തന്നെ വന്ന് എല്ലാ സിനിമയും കണ്ട് പ്രോത്സാഹിപ്പിക്കുക കഴിയുമെങ്കിൽ. കാരണം അപ്പോൾ നല്ല മേക്കേഴ്സിനെ വീണ്ടും ബെറ്റർ സിനിമകൾ ചെയ്യാനായിട്ടും ഉള്ള പ്രചോദനം ഉണ്ടാകുക. മണിമൽ രാജ് സാർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും വളരെ നല്ല സിനിമകൾ ചെയ്യാനായിട്ട് ഒരു വലിയ പ്രചോദനമായിരിക്കും ഈ സിനിമ സക്സസ്ഫുൾ ആകുക എന്നുള്ളത്. അതിനെല്ലാ ഡിസേർവിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉള്ള സിനിമയാണ്. എല്ലാവരും കാണുക. അങ്ങനെ കോൺസെപ്റ്റ് ആരും പറഞ്ഞു കേട്ടത് കണ്ടിട്ടില്ല. അപ്പോൾ രസമായിട്ടെന്ന് പറഞ്ഞു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം. തിയേറ്റർ കാണുന്ന പടമാണ്. ഭയങ്കര ഹൊറാണോ? ഹൊറർ ജോണാണോ അവിടെ? ഹൊററുണ്ട്, ഭയങ്കര ഹൊററല്ല, ഹൊറർ എലമെന്റ്സ് ഉള്ള ഒരു പടമാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? കുട്ടിക്കാലം ഭയങ്കരമായിട്ട് ഓർമ്മ നമുക്ക് ഉണ്ടാവുമല്ലോ, റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥ പറഞ്ഞിരുന്നത്. അതെനിക്ക് നല്ല ഫീലായി. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നത്? ഭയങ്കരമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്തു. അതും എൻ്റെ എല്ലാ കൂട്ടുകാരും. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണും. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇന്ന് ചിരിക്കാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പേടിക്കാനുണ്ട്. എല്ലാവരും പേടിപ്പിക്കുമോ? വന്ന് കണ്ടറിയണം. അഭിനയിച്ച എക്സ്പ്രസ് എങ്ങനെയുണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. സെറ്റില് ഞാനും എല്ലാവരും ഭയങ്കര രസമായിരുന്നു. അതൊന്നുകൂടെ കൂടെ സ്ക്രീനിൽ വന്നപ്പോൾ അതിനെക്കാട്ടും അടിപൊളിയായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. ഇത് കംപ്ലീറ്റ് ഹൊറർ ജോണറാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു ഈ ഗുളികൻ അങ്ങനത്തെയൊക്കെ കുറച്ച് ആചാരങ്ങളെയൊക്കെ വളരെ നല്ല പിക്ചറൈസ് ചെയ്തിട്ട് നല്ല സമയം. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് ഓരോരുത്തർക്കും തോന്നുന്നു. എല്ലാവർക്കും നല്ലൊരു തിയേറ്റർ വിസിറ്റ് ആണ് ഇവിടെ. തിയേറ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി. എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ വരണമെന്നാണ് എല്ലാ സിനിമാക്കാരും ആഗ്രഹിക്കുക. തിയേറ്ററിൽ വരുന്നത് തന്നെയാണ് സിനിമാക്കാർക്ക് എല്ലാവർക്കും ഒരു മികവും കൊണ്ടുവരുന്നത്. എല്ലാവരും ധൂം തിയേറ്ററിൽ തന്നെ പോയി കാണണം. മണിമൽ രാജ് സാറിന് അതിൽ വലിയ പ്രചോദനം ഈ നല്ല സിനിമകൾ ചെയ്യാനായിട്ട്. ചെറിയ റെപ്രസെന്റ് ചെയ്ത് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകം വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട്. കൂട്ടുകാരൊക്കെ പടം കൂട്ടുകാരൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അയാൾക്കാർ പേടിച്ചു. കൂട്ടുകാരൊക്കെ സിനിമ കണ്ടോ? സ്കൂളിലെ കൂട്ടുകാരൊക്കെ കണ്ടോ പടം? എന്താ പറഞ്ഞ അവരെന്താ പറഞ്ഞ? എല്ലാവരെയും പേടിപ്പിക്കുമോ? കൂട്ടുകാരൊക്കെ പടം കണ്ടോ? കൂട്ടുകാരൊക്കെ പടം കണ്ടു. ഇനി പേടിച്ചു, എന്നാലും ചിരിച്ചു. ഇപ്പൊ തന്നെ ഞങ്ങൾ കാണുമ്പോൾ എന്നെക്കാട്ടും പേടി കുറവായിരുന്നു ആദ്യമൊക്കെ. ഇവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി നോക്കി ഇരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും എന്നെ സമ്മതിച്ചു, എസ്പെഷ്യലി ഇവന്. പക്ഷെ എന്തായാലും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. എന്നെ പോലുള്ള കൂട്ടുകാർക്കും എല്ലാവരും ഇഷ്ടം. അപ്പൊ എല്ലാവരും വന്ന് തീർത്തിട്ടുണ്ട്. വില്ലന്മാരുണ്ട്, നായകനുണ്ട്, നായികയുണ്ട്. നാളെ കുഞ്ഞിനായിക പോയാ ബേബി ആക്ട്രസ്
ഞങ്ങളുടെ ഒരുമിച്ചാണ്. താങ്ക് യു. നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും തകർന്നു. പുള്ളിന്റെ സഞ്ചാരം കേരളം മൊത്തം നടക്കട്ടെ, അത് കാണാനായിട്ട് ആൾക്കാർ വരട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ?